നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ 2021 കണക്കനുസരിച്ച് 96.2% സാക്ഷരതാ നിരക്കുമായി കേരളം ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമായി നിലകൊള്ളുന്നു. വികസന മാതൃകയുടെ അവിഭാജ്യ ഘടകമായ വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തിന്റെ ചരിത്രപരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നാണ് ഈ നേട്ടം. സംസ്ഥാനത്തിന്റെ നയങ്ങൾ സാക്ഷരതയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ സാക്ഷരത 95.2%. ഇത് പുരുഷ സാക്ഷരത 97.4% തുല്യമാണ്. കേരളത്തിന്റെ സാക്ഷരതാ വിജയത്തിന്റെ അടിസ്ഥാനം ശാക്തീകരണത്തിനുള്ള ഒരു ഉപകരണമായി വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ആദ്യകാല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലാണ്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിൽ. വിദ്യാഭ്യാസത്തിലേക്കുള്ള സാർവത്രിക പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള നേതാക്കളും SNDP പോലുള്ള സംഘടനകളും നിർണായക പങ്കുവഹിച്ചു. കൂടാതെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കർ നയിക്കുന്ന ലൈബ്രറി പ്രസ്ഥാനം പോലുള്ള കമ്മ്യൂണിറ്റി സംരംഭങ്ങളുടെ പിന്തുണയോടെ സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിലും ലൈബ്രറികളിലും വൻതോതിൽ നിക്ഷേപം നടത്തി. കേരളത്തിന്റെ വികസനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം ആഴമേറിയതാണ്. മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ, ഉയർന്ന മാനവ വികസന സൂചിക, ദാരിദ്ര്യം കുറയ്ക്കൽ എന്നിവയ്ക്ക് ഇത് സംഭാവന നൽകിയിട്ടുണ്ട്. ലിംഗസമത്വം, രാഷ്ട്രീയ അവബോധം, ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ മേഖലകളിൽ മുന്നിട്ട് നിൽക്കാൻ സാക്ഷരത കേരളത്തെ പ്രാപ്തമാക്കി. വിദ്യാഭ്യാസത്തിന്മേലുള്ള ഈ ശ്രദ്ധ സംസ്ഥാനത്തിന്റെ പുരോഗമന നയങ്ങളുടെ മൂലക്കല്ലായി മാറുന്നു. പുരാതന കേരളത്തിൽ ആരാധനയ്ക്കും പഠനത്തിനുമുള്ള പ്രധാന സ്ഥലങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. ശാല എന്നറിയപ്പെടുന്ന സ്കൂളുകൾ ഈ ക്ഷേത്ര പ്രദേശങ്ങളുടെ ഭാഗമായിരുന്നു. അവ വേദങ്ങൾ, കലകൾ, ശാസ്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഈ പഠന കേന്ദ്രങ്ങൾ സർവകലാശാലയ്ക്ക് സമാനമായിരുന്നുവെങ്കിലും കൂടുതലും ഉയർന്ന ജാതിക്കാർക്കുള്ളതായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾ തത്വചിന്ത, വ്യാകരണം, നിയമം എന്നിവയെക്കുറിച്ച് പഠിച്ചു. തെക്കിന്റെ നളന്ദ എന്ന് ചിലപ്പോൾ വിളിക്കപ്പെടുന്ന കാന്തല്ലൂർ ശാല ഒരു പ്രശസ്തമായ ഉദാഹരണമാണ്. കൂടാതെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും പ്രത്യേകിച്ച് വിശേഷാവകാശമില്ലാത്ത ഗ്രൂപ്പുകൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസം നൽകി. അതിൽ വായനയ്ക്കും പ്രായോഗിക കഴിവുകൾക്കും ഊന്നൽ നൽകി. ഹിന്ദുമതം ആധിപത്യം വീണ്ടെടുക്കുന്നതിന് മുൻപ് ബുദ്ധമത, ജൈനമത പാരമ്പര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്വാധീനിച്ചിരുന്നു. സന്യാസി സ്ഥാപനങ്ങൾ സമത്വപരമായ സമീപനത്തിന് ഊന്നൽ നൽകി വിവിധ വിഷയങ്ങളിൽ അറിവ് നൽകി. നിരവധി ബുദ്ധക്ഷേത്രങ്ങൾ പിന്നീട് ഹിന്ദു ആരാധനാലയങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടെങ്കിലും അവയുടെ വിദ്യാഭ്യാസ ഘടനയുടെ പാരമ്പര്യം നിലനിന്നു. ഉദാഹരണത്തിന് ബുദ്ധവിഹാരങ്ങൾ മതകേന്ദ്രങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസം എന്ന ആശയം അവതരിപ്പിച്ചു. അത് പിന്നീട് ക്ഷേത്ര അധിഷ്ഠിത പഠന സംവിധാനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പാശ്ചാത്യ വിദ്യാഭ്യാസം അവതരിപ്പിക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നിർണായക പങ്കുവഹിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങളെ വെല്ലുവിളിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന സ്കൂളുകൾ അവർ സ്ഥാപിച്ചു. പരമ്പരാഗത പാഠ്യപദ്ധതിയിൽ നിന്ന് കൂടുതൽ ആഗോള വിജ്ഞാന സംവിധാനങ്ങളിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളുകൾ ഇംഗ്ലീഷ്, ആധുനിക ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു. അവരുടെ ശ്രമങ്ങൾ കേരളത്തിന്റെ സമഗ്രവും വ്യാപകവുമായ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അടിത്തറയിട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും മിഷണറി ശ്രമങ്ങൾക്ക് പൂരകമായ ഔപചാരിക സ്കൂളുകൾ സ്ഥാപിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം പ്രോത്സാഹിപ്പിച്ചു. ഈ യുഗം ആധുനിക വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുകയും വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്ക് പഠനം പ്രാപ്യമാക്കുകയും ചെയ്തു. ഈ കാലഘട്ടങ്ങളിലെ പരമ്പരാഗത രീതികളും ആധുനിക സമീപനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകിയിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വിദ്യാഭ്യാസത്തിൽ ലിംഗസമത്വത്തിന് മുൻഗണന നൽകുന്ന നയങ്ങളും കാരണമാണ് കേരളം വനിതാ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുകളിലൊന്നായ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗണ്യമായ പ്രാതിനിധ്യമുണ്ട്. ആരോഗ്യം, തൊഴിൽ, കുടുംബക്ഷേമം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക സൂചകങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ശാക്തീകരണത്തിന് വ്യാപകമായ ഫലമുണ്ടായിട്ടുണ്ട്. സർക്കാർ പിന്തുണയുള്ള വനിതാ സ്വയം സഹായ ഗ്രൂപ്പായ കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങളും വിദ്യാഭ്യാസത്തിലും സംരംഭകത്വത്തിലും പങ്കാളിത്തം വളർത്തുന്നതിലൂടെ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിന് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള പിന്തുണ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിവിധ മതസംഘടനകൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഔപചാരിക സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ തുടക്കക്കാരായിരുന്നു. അതുപോലെ എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് പഠന അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഹിന്ദു, മുസ്ലിം സംഘടനകൾ വിശാലമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല, ധാർമ്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുകയും അതുവഴി വിദ്യാഭ്യാസത്തെ സാമൂഹിക വികസനവുമായി സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്ര സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ സമൂഹം വിദ്യാഭ്യാസത്തിന് ഉയർന്ന മൂല്യം നൽകുന്നു. ഇത് ഉയർന്ന ചലനത്തിനും സാമൂഹിക പരിഷ്കരണത്തിനുമുള്ള നിർണായക മാർഗമായി കാണുന്നു. കുടുംബങ്ങൾ അവരുടെ സാമ്പത്തിക നില പരിഗണിക്കാതെ മറ്റ് ആവശ്യങ്ങളെക്കാൾ
വിദ്യാഭ്യാസ ചെലവുകൾക്ക് മുൻഗണന നൽകുന്നു. സാമൂഹിക അസമത്വങ്ങളെ ചെറുക്കുന്നതിനും വ്യക്തിഗത സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായി വിദ്യാഭ്യാസത്തെ കണ്ടിരുന്ന സംസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ പ്രതിഫലനമാണ് ഈ സാംസ്കാരിക പ്രതിബദ്ധത. സപ്പോർട്ടീവ് ഫാമിലി ഡൈനാമിക്സും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ നയങ്ങൾക്ക് സംസ്ഥാനം നൽകുന്ന ഊന്നലും ചേർന്ന് പഠനം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ കേരളം ഒരു നേതാവായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ഘടകങ്ങൾ കൂട്ടായി വ്യക്തമാക്കുന്നു. ഇത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്ക് മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. കേരളത്തിന്റെ പണമയക്കൽ സമ്പദ് വ്യവസ്ഥ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ഭൂപ്രകൃതിയെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. വലിയ ജനസംഖ്യ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ നിരവധി കേരളീയർ മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി വിദേശത്തേക്ക് കുടിയേറുന്നു. വിദേശത്ത് മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലികൾ നേടുന്നതിനായി വ്യക്തികൾ അവരുടെ യോഗ്യതകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ ഈ കുടിയേറ്റം വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത സാങ്കേതിക മേഖലകളിൽ ഉയർന്ന ആവശ്യം സൃഷ്ടിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഉയർന്ന ഡിമാൻഡുള്ള ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ഓഫറുകൾ വിപുലീകരിച്ചുകൊണ്ട് പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ആവശ്യവുമായി പൊരുത്തപ്പെട്ടു. മാത്രമല്ല, കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾ വിദേശത്ത് വിദ്യാഭ്യാസം നേടുകയും ആഗോള മത്സരശേഷിയുടെയും വിദ്യാഭ്യാസത്തിലെ മികവിന്റെയും സംസ്കാരത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. സ്കൂളുകളെ ആധുനികവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സർക്കാർ സംരംഭങ്ങളിലൂടെ സാങ്കേതിക വിദ്യയെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സംയോജിപ്പിക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. ഹൈടെക് സ്കൂൾ പ്രോഗ്രാം ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ്. 2001 ആരംഭിച്ച ഈ സംരംഭം കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ആധുനിക ICT അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളെ സജ്ജമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2016 ആയപ്പോഴേക്കും കേരളത്തിലെ 3000-ലധികം സ്കൂളുകൾ കൂടുതൽ സംവേദനാത്മകവും ആകർഷകവുമായ പഠന അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്ന ഹൈടെക് സ്കൂളുകളായി രൂപാന്തരപ്പെട്ടു. ഈ പരിവർത്തനം വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് ആധുനിക തൊഴിൽ വിപണിയിൽ അനിവാര്യമായ സാങ്കേതികവിദ്യ നയിക്കുന്ന പഠനത്തിന് വിധേയരാകുന്നുവെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തുടനീളം ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഈ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കിയത്. ITH സ്കൂൾ പ്രോജക്ട് പോലുള്ള സംരംഭങ്ങൾ പാഠ്യപദ്ധതിയിൽ ICTയെ ഉൾപ്പെടുത്തുന്നതിലും ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഡിജിറ്റൽ സാക്ഷരത വളർത്തുന്നതിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ വിപണിയുമായി പൊരുത്തപ്പെടാൻ ഇത് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയും അവരുടെ ഭാവി സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ സാമ്പത്തിക ഘടന പണമയക്കലിനെ ആശ്രയിക്കുന്നതും വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയെ സമന്വയിപ്പിക്കുന്നതിനുള്ള പുരോഗമനപരമായ സമീപനവും ആഗോള പ്രവണതകൾക്കൊപ്പം വികസിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ വിദ്യാഭ്യാസ ചട്ടക്കൂട് സൃഷ്ടിച്ചു. നൈപുണ്യമുള്ള തൊഴിൽ കുടിയേറ്റം, സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ, ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകൽ എന്നിവയുടെ സംയോജനം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ മത്സരാധിഷ്ഠിതവും സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്നതുമായ ഒരു ലോകത്തിനായി തയ്യാറാണെന്ന് ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമെന്ന പദവി കൈവരിക്കുന്നതിൽ കേരളം സുപ്രധാന വെല്ലുവിളികളെ മറികടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസത്തിനുള്ള ജാതി അടിസ്ഥാനമാക്കിയുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങളും ഈ വിവേചനപരമായ ആചാരങ്ങൾ തകർക്കാൻ സഹായിച്ചു. കൊളോണിയൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ പുരുഷാധിപത്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതിനും പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള സംരംഭങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകർന്നു. ഗ്രാമീണ നഗര വിടവ് നികത്തുന്നതിൽ സർക്കാർ സംരംഭങ്ങളിലൂടെയും NGOകളിലൂടെയും വിദൂര പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കുക ഉൾപ്പെടുന്നു. ക്ലാസ് മുറികൾ, ശുചിത്വം, യോഗ്യതയുള്ള അധ്യാപകർക്കുള്ള പ്രവേശനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിയിരുന്നു. ആസൂത്രണത്തിലും ഭരണത്തിലും പ്രാദേശിക സമൂഹത്തിന്റെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഗ്രാമീണ വിദ്യാഭ്യാസ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഉൾച്ചേർക്കലിന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഊന്നൽ നൽകി. ഉച്ചഭക്ഷണ പദ്ധതി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ തുടങ്ങിയ പരിപാടികൾ ഒഴിഞ്ഞുപോക്ക് നിരക്ക് കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഈ സംരംഭങ്ങൾ പോഷകാഹാര പിന്തുണയും സാമ്പത്തിക പ്രോത്സാഹനങ്ങളും ഉറപ്പാക്കുകയും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസം തുടരാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിനും കേരളത്തിന്റെ ശ്രദ്ധേയമായ സാക്ഷരതയും വിദ്യാഭ്യാസ നിലവാരവും പരിപോഷിപ്പിക്കുന്നതിനും പരിഷ്കർത്താക്കളുടെ സംയുക്ത ശ്രമങ്ങൾ, സർക്കാർ നയങ്ങൾ, സാമൂഹിക പങ്കാളിത്തം എന്നിവ നിർണായകമാണ്. കേരളത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്ക് അതിന്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും മാനവ വികസന സൂചിക ഗണ്യമായി ഉയർത്തുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ സംഭാവനകളോടെ വൈവിധ്യമാർന്ന തൊഴിൽ ശക്തിയെ വളർത്തിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരായ ജനങ്ങൾ പലപ്പോഴും വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ തേടുകയും
വിദേശ പണമയക്കലിലൂടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ പണമയക്കൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സംസ്ഥാനത്തിന് പ്രയോജനം ലഭിക്കുന്നു. കേരളത്തിലെ സാക്ഷരതാ നിരക്കിന്റെ സാമൂഹിക സ്വാധീനം ആഴമേറിയതാണ്. ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും സംബന്ധിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വിദ്യാസമ്പന്നരായ ജനങ്ങൾ കാരണം മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ പ്രകടമാണ്. ഉദാഹരണത്തിന് ഉയർന്ന സ്ഥാപന പ്രസവ നിരക്കും വ്യാപകമായ ആരോഗ്യ സംരക്ഷണ അവബോധവും കാരണം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മാതൃശിശു മരണനിരക്ക് കേരളത്തിലാണ്. കൂടാതെ വിദ്യാഭ്യാസം ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും പ്രൊഫഷണൽ അവസരങ്ങളിലേക്കും മികച്ച പ്രവേശനം നേടുകയും ചെയ്തു. ഇത് മൊത്തത്തിലുള്ള ജീവിത നിലവാരവും സാമൂഹിക സമത്വവും മെച്ചപ്പെടുത്തി. വർദ്ധിച്ച രാഷ്ട്രീയ അവബോധത്തിലും സജീവമായ പൗര പങ്കാളിത്തത്തിലുമാണ് കേരളത്തിന്റെ സാക്ഷരതാ വിജയം പ്രകടമാകുന്നത്. സംസ്ഥാനം സ്ഥിരമായി ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുകയും ജനാധിപത്യ പ്രക്രിയയിൽ ശക്തമായ ഇടപെടൽ പ്രകടമാക്കുകയും ചെയ്യുന്നു. സാക്ഷരതയാൽ നയിക്കപ്പെടുന്ന സാമൂഹിക സംസ്കാരം അറിവോടെയുള്ള തീരുമാനമെടുക്കലിനും ഉത്തരവാദിത്തത്തിനും മുൻഗണന നൽകുകയും ഭരണ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിദ്യാഭ്യാസത്തിന് എങ്ങനെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് ഒരു മൂലക്കല്ലായി പ്രവർത്തിക്കാനും വളർച്ചയുടെയും സമത്വത്തിന്റെയും സദ്ഗുണപരമായ ഒരു ചക്രം സൃഷ്ടിക്കാനും കഴിയുമെന്നതിന് സാക്ഷരതയിലെ കേരളത്തിന്റെ നേട്ടങ്ങൾ ഉദാഹരണമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി പ്രധാന വ്യത്യാസങ്ങളും പാഠങ്ങളും ഉയർന്നു വരുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഗണ്യമായ സർക്കാർ നിക്ഷേപങ്ങളോടെ വിദ്യാഭ്യാസത്തിനുള്ള സാർവത്രിക പ്രവേശനത്തിന് കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവേശനം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പരിമിതമോ അസമമോ ആയി നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സർക്കാർ സ്കൂളുകളിലുടനീളം ആധുനിക പഠനാന്തരീക്ഷം നൽകിക്കൊണ്ട് ഡിജിറ്റൽ ക്ലാസ് മുറികൾ ICT ഉപകരണങ്ങളും കേരളത്തിലെ ഹൈടെക് സ്കൂൾ പ്രോഗ്രാം അവതരിപ്പിച്ചു. ബീഹാർ, ഉത്തർപ്രദേശ് ഇപ്പോഴും സമാനമായ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ നയങ്ങൾ ഉൾച്ചേർക്കൽ, ഉച്ചഭക്ഷണം, സ്കോളർഷിപ്പുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കുള്ള പിന്തുണ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത്തരം സംരംഭങ്ങൾ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുന്നതിനും പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായിട്ടുണ്ട്. ഇത് ഉയർന്ന കൊഴിഞ്ഞുപോക്ക് നിരക്കുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണ്. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. വിദ്യാഭ്യാസത്തിൽ സർക്കാർ സ്ഥിരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഈ വിജയത്തിന് കാരണം. അതേസമയം സാമൂഹിക സാമ്പത്തിക തടസ്സങ്ങളും അപര്യാപ്തമായ നയ നടപ്പാക്കലും കാരണം രാജസ്ഥാൻ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിന്നിലാണ്. സ്ത്രീകൾക്കിടയിൽ ഉയർന്ന സാക്ഷരതാ നിരക്ക് കൈവരിക്കുന്നതിനുള്ള കേരളത്തിന്റെ സമീപനം മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾക്കും സജീവമായ സാമൂഹിക പങ്കാളിത്തത്തിനും കാരണമായി. വിദ്യാഭ്യാസത്തിൽ ലിംഗ അസമത്വം നേരിടുന്ന പ്രദേശങ്ങൾക്ക് ഇത് ഒരു മാതൃകയായി വർത്തിക്കുന്നു. നയപരമായ തുടർച്ചയെ തടസ്സപ്പെടുത്തുന്ന പതിവ് രാഷ്ട്രീയ മാറ്റങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ സുസ്ഥിരമായ ഭരണവും ശക്തമായ പഞ്ചായത്ത് രാജ് സംവിധാനവും ദീർഘകാല ആസൂത്രണവും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ നിർവഹണവും പ്രാപ്തമാക്കി. സമഗ്രമായ മാനവ വികസനത്തിനായി വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹികക്ഷേമം എന്നിവയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റു പ്രദേശങ്ങൾക്ക് അനുകരിക്കാൻ കഴിയും. വികേന്ദ്രീകൃത ഭരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിലൂടെ പദ്ധതി നടപ്പാക്കൽ മെച്ചപ്പെടുത്താനും മേഖല നിർദ്ദിഷ്ട വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും കഴിയും. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ നയങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കാൻ കഴിയും. സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയെ പിന്തുണയ്ക്കുന്ന ഫലപ്രദമായ വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിന് സുസ്ഥിരമായ സർക്കാർ പ്രതിബദ്ധതയും താഴെത്തട്ടിലുള്ള പങ്കാളിത്തവും അനിവാര്യമാണെന്ന് കേരളത്തിന്റെ മാതൃക തെളിയിക്കുന്നു. വരും വർഷങ്ങളിൽ കേരളം ഉയർന്ന സാക്ഷരതാ നിലവാരം നിലനിർത്തിക്കൊണ്ട് സാങ്കേതിക മുന്നേറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നത് തുടരേണ്ടതുണ്ട്. വിദ്യാഭ്യാസം കൂടുതലായി ഓൺലൈൻ ആകുമ്പോൾ, പ്രത്യേകിച്ച് ലേണിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉയർച്ചയോടെ ഡിജിറ്റൽ സാക്ഷരത സാർവത്രികമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള വെല്ലുവിളി സംസ്ഥാനം അഭിമുഖീകരിക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് ലഭ്യത, എല്ലാ പ്രായക്കാർക്കുമുള്ള ഡിജിറ്റൽ സാക്ഷരതാ പരിപാടികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ ക്ലാസ് മുറിയിലേക്ക് സംയോജിപ്പിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഹൈടെക് സ്കൂൾ പ്രോഗ്രാം എന്ന കേരളത്തിന്റെ മുൻ വിജയം സ്കൂളുകളെ ഏറ്റവും പുതിയ ഉപകരണങ്ങളാൽ സജ്ജമാക്കുന്നതിനും വിദ്യാഭ്യാസം കൂടുതൽ സംവേദനാത്മകവും പ്രാപ്യമാക്കുന്നതിനും കൂടുതൽ പ്രയോജനപ്പെടുത്താം. ആഗോള മത്സരക്ഷമതയിലെ പുതിയ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുക, ആഗോളവൽക്കരണത്തിന്റെയും ഓട്ടോമേഷന്റെയും ഉയർച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ആധുനിക തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് നിർണായകമാക്കി. ആഗോള വ്യവസായങ്ങൾക്ക് ആവശ്യമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് കേരളം അതിന്റെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടികൾ വിപുലീകരിക്കേണ്ടതുണ്ട്. സാങ്കേതിക കഴിവുകൾ, സംരംഭകത്വം, വ്യവസായ നിർദ്ദിഷ്ട സർട്ടിഫിക്കേഷനുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് അതിന്റെ തൊഴിൽ ശക്തിയുടെ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ആഗോള വിപണിയിൽ മത്സരാധിഷ്ഠിതമായി തുടരുന്നതിന് പ്രധാനമാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, IT മേഖലകൾ തുടങ്ങിയതിൽ കേരളത്തിന് ഇതിനകം തന്നെ ശക്തമായ അടിത്തറയുണ്ട്. എന്നിരുന്നാലും ഈ ശ്രദ്ധ വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച്
പുനരുപയോഗ ഊർജ്ജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വളർന്നു വരുന്ന വ്യവസായങ്ങളിൽ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വിപുലീകരിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കേരളം പരമ്പരാഗതമായി പൊതുവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും തൊഴിൽ വിപണി വികസിച്ചതോടെ നൈപുണ്യ അധിഷ്ഠിത പരിപാടികൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ സ്പെഷ്യലൈസേഷനും അഡ്വാൻസ് ഡിഗ്രിയും ആഗ്രഹിക്കുന്ന വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നവീനാശയങ്ങൾ വളർത്തുന്നതിനും സംരംഭകത്വത്തെ പിന്തുണയ്ക്കുന്നതിനും സർവകലാശാലകൾക്കുള്ളിലെ ഗവേഷണത്തിലും വികസനത്തിലും സംസ്ഥാനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃക ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്ക് ഒരു പ്രധാന മാതൃകയായി തുടരുന്നു. എന്നിരുന്നാലും ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന സ്ഥാനം നിലനിർത്തുന്നതിന് മറ്റ് സാങ്കേതിക മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതും തൊഴിൽ പരിശീലനം വിപുലീകരിക്കുന്നതും ഭാവി തൊഴിൽ വിപണികൾക്ക് ആവശ്യമായ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും തുടരണം. ഈ ക്രമീകരണങ്ങൾ നടത്തുന്നതിലൂടെ വിദ്യാഭ്യാസ മികവിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ ഭാവിയിലെ തൊഴിൽ സേന സജ്ജമാണെന്ന് ഉറപ്പാക്കാൻ കേരളത്തിന് കഴിയും. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കൈവരിക്കുന്നതിൽ കേരളത്തിന്റെ വിജയം ചരിത്രപരവും സാമൂഹികവും സാമ്പത്തികവും സർക്കാർ ഘടകങ്ങളും ചേർന്നതാണ്. വിദ്യാഭ്യാസത്തിന് സംസ്ഥാനം നൽകിയ ആദ്യകാല ഊന്നൽ, സാമൂഹിക പരിഷ്കർത്താക്കളുടെ പങ്ക്, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നടപ്പാക്കിയ പുരോഗമന നയങ്ങൾ എന്നിവയെല്ലാം ശക്തമായ വിദ്യാഭ്യാസ സംവിധാനത്തിന് സംഭാവന നൽകി. മതസ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം, വിദ്യാഭ്യാസത്തിന് നൽകുന്ന സാംസ്കാരിക മൂല്യം, ലിംഗസമത്വത്തിന് നൽകുന്ന ശക്തമായ ഊന്നൽ എന്നിവ ഈ അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഹൈടെക് സ്കൂൾ പ്രോഗ്രാം പോലുള്ള സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ കേരളത്തിന്റെ നിക്ഷേപവും വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സാക്ഷരതയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ ഫലങ്ങൾ മുതൽ രാഷ്ട്രീയ അവബോധം വരെയുള്ള കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെല്ലാം വിദ്യാഭ്യാസ സമ്പ്രദായവുമായി അടുത്ത ബന്ധമുള്ളവയാണ്. സാക്ഷരത വ്യക്തികളെ ശാക്തീകരിക്കുക മാത്രമല്ല, കൂടുതൽ നീതിപൂർവകമായ ഒരു സമൂഹത്തെ വളർത്തുകയും ജനാധിപത്യ പ്രക്രിയയിൽ വ്യാപകമായ പങ്കാളിത്തം സാധ്യമാക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ കേന്ദ്രീകൃതമായ സമീപനം ഗണ്യമായ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ ഉദാഹരണം തെളിയിക്കുന്നു. കേരളം ഭാവിയിലേക്ക് നീങ്ങുമ്പോൾ സാക്ഷരതാ നിരക്ക് നിലനിർത്തുന്നതും വിദ്യാഭ്യാസത്തിൽ ആഗോള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതും നിർണായകമാകും. തൊഴിൽ പരിശീലനം, ഡിജിറ്റൽ സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലീകരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപ്രകൃതിയിൽ കേരളം മുൻപന്തിയിൽ തുടരുമെന്ന് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഒരു മാതൃകയായി തുടരുമെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.